മറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകളിൽ കാണുന്നത് പോലെ വലിപ്പം കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സെറ്റ് പീസുകൾ ഈ സിനിമയിൽ കുറവാണ്. ഒരുപക്ഷെ വിഷ്വൽ എഫക്ട്സ് ധാരാളമായി ഉപയോഗിക്കപ്പെടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളെ സെറ്റ് പീസുകൾ കൊണ്ട് ഞെട്ടിക്കുന്നതിനേക്കാൾ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യുന്നതിലാണ് കാര്യമെന്ന് സംവിധായകരായിട്ടുള്ള സാക്ക് ലിപ്പോവ്സ്കിക്കും ആഡം സ്റ്റെയിനും മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസിന്റെ DNA മാറ്റാതെ ചില പരീക്ഷണങ്ങൾ ഈ സിനിമയുടെ കഥ പറച്ചിലിൽ അവർ നടത്തുന്നുണ്ട്. എല്ലാ സിനിമകളിലും കണ്ടിട്ടുള്ളതുപോലെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിക്കുന്ന അപകടങ്ങളുടെ സെറ്റ് പീസുകൾ ഇവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അത് നടക്കാത്ത രീതിയിൽ കാര്യങ്ങളെ മൊത്തത്തിലൊന്ന് റീഡിസൈൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മാത്രമല്ല, പലപ്പോഴും കഥാപാത്രങ്ങൾക്ക് പോലും പ്രഡിക്ഷൻ തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനു പുറകെ അടുത്തത് എന്ന മരണം കാണിക്കൽ പരിപാടിക്ക് ഇവിടെ ഒരു മാറ്റമുണ്ട്. മരിക്കാതിരിക്കാൻ വേണ്ടി ചില കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സിനിമയെ ഇടയ്ക്കൊക്കെ അതിൻ്റെ തന്നെ ഒരു സ്പൂഫാക്കി മാറ്റുന്നുണ്ട്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി കുറേ സ്ഥലത്ത് ഇതിൻ്റെ മേക്കേഴ്സ് ചില ഡിസ്ട്രാക്ഷൻസ് സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.